ആലുവയിൽ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്ന അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. ഇന്നലെ വൈകിട്ട് 7:30 കാണാതായ കുട്ടിയുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതിയെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. ഇന്ന് തന്നെ യുവതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തിയേക്കും. കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ ആരംഭിക്കും. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സന്ധ്യയെ ഭർത്താവ് നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും സന്ധ്യയുടെ അമ്മ അല്ലി പറഞ്ഞു. ഭർത്താവ് ഇച്ചിരി കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ തല്ലും വഴക്കും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ഉള്ളതാണ്. അവൻ സ്നേഹത്തിലല്ല, ഇങ്ങനെ കുരക്കിന് പിടിക്കും, അങ്ങനെ പിടിക്കും, ഇവിടെ കന്നത്തടിക്കും, അങ്ങനെ ഇത്തിരി വെള്ളവും കുടിക്കും ആള്. ഇല്ല, അങ്ങനെ ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഭയങ്കര ഇതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവരിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായുള്ളൂ. ഈ പണി ചെയ്ത് വെച്ചിട്ട് പിന്നെ അവൾ മിണ്ടിയിട്ടില്ല. ഇവിടെ വന്ന് കയറി, ഇതിവിടെ ഈ പെരയിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവർ പോലീസിനെ അറിയിച്ച്. പോലീസുകാർ വന്നപ്പോഴാണ് എന്താണെന്ന് ചോദിച്ചപ്പോഴും അപ്പോഴും പറഞ്ഞില്ല. മുൾക്കുളത്ത് ഇവിടെയും കൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ വന്ന് ഇറങ്ങിയ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞാണ് ഞങ്ങൾ അറിയണത്. മകളെ കൊല്ലാൻ മാത്രം ക്രൂര അല്ല സന്ധ്യയെന്ന് അയൽവാസി പറഞ്ഞു. മാനസികമായ വിഷയങ്ങളോ അങ്ങനെ ഉള്ളതായിട്ടൊന്നും ഇന്ന് വരെ നമുക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആരോടെങ്കിലും ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ഒരു ദേഷ്യത്തോട് സംസാരിക്കുക, അല്ലെങ്കിൽ ക്രൂര സ്വഭാവത്തോടു കൂടി പെരുമാറുക, ഇങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല. വളരെ ശാന്ത സ്വഭാവമാണ്. ആളുകൾ ആരോടും അങ്ങനെ കാര്യമായിട്ട് ഇടപഴകാറില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ശാന്ത സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു 3 വയസ്സായ സ്വന്തം മകളെ ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ അത് വലിയൊരു മാനസിക സമ്മർദ്ദം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന് ഉത്തരവാദി മിക്കവാറും അവരുടെ വീട്ടുകാർ തന്നെയായിരിക്കും.